ബൈ ഇലക്ഷനെ കുറിച്ച് എന്തായാലും PV അൻവർ രാജിവെച്ചല്ലോ. അല്ല, നിലമ്പൂരിലെ ബൈ ഇലക്ഷനിൽ UDF നല്ലൊരു സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന ഒരു സംശയവുമില്ല. നമ്മൾ എല്ലാവർക്കും നമ്മുടെ അഭിപ്രായം ഉണ്ടാവാം ആരായിരിക്കണം ആ സ്ഥാനാർത്ഥിന്ന്. പക്ഷെ ഇതിൽ ഞങ്ങൾക്കൊരു പ്രോസസ് ഉണ്ട്. ആ പ്രോസസ് അനുസരിച്ചിട്ട് KPCC തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് എന്റെ മനസ്സിലൊരു സംശയവുമില്ല, നിലമ്പൂരിനെ UDF തിരിച്ചെടുക്കും. ഇത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയത് ഒരു ദുർഭാഗ്യമായിരുന്നു. ഇപ്പോ ആ സ്ഥാനാർത്ഥി മാറി നിന്ന കാരണം, ജയിച്ച ആള് മാറി നിന്ന കാരണം എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. PV അൻവറിന്റെ ഒരു ആരായിരിക്കും പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആ പ്രോസസ്സ് നടന്നിട്ടില്ല. എനിക്ക് എന്റെ പ്രിഫറൻസ് ഉണ്ടാവാം, വേറെ പലർക്കും വേറെ പ്രിഫറൻസ് ഉണ്ടാവാം. നമ്മുടെ ഓരോരോ ആൾക്കാരുടെ കഴിവും അവിടുത്തെ ആ മേഖലയിലത്തെ അവരുടെ ഒരു വേരുകളും അവരുടെ എല്ലാ വിധത്തിലത്തെ കോൺട്രിബ്യൂഷൻസ് മനസ്സിലാക്കിയിട്ട് തീരുമാനം എടുക്കേണ്ടത്. PV അൻവറിന്റെ കോൺട്രിബ്യൂഷൻ എത്രത്തോളമായിരിക്കും വിജയിക്കുവാണെങ്കിൽ? അദ്ദേഹം പറയുന്നത് ജോയിക്കാണ് അദ്ദേഹത്തിന്റെ പിന്തുണ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം, അദ്ദേഹം ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞോട്ടെ. പക്ഷെ ഞങ്ങളുടെ പ്രോസസ്സിൽ നമ്മളുടെ ഭാരവാഹികളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടില്ല ഞങ്ങൾ തീരുമാനം എടുക്കാൻ പോകണം. ആ പ്രോസസ് ആരംഭിച്ചിട്ടില്ല. സമയം വരട്ടെ. പ്രഖ്യാപനം കൂടി വന്നിട്ടില്ല. പിന്തുണയിൽ സന്തോഷം.